വലിഞ്ഞു കയറി വന്ന PC ചാക്കോയെ ചവിട്ടി പുറത്താക്കുകയാണ് NCP. അങ്ങനെ വേണം വിലയിരുത്താൻ. NCPയിൽ ആർക്കും വേണ്ടാത്ത ചരക്കായി PC ചാക്കോ മാറിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ധനാഗമന മാർഗമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷനെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചെന്നാണ് വരുന്ന വാർത്തകൾ. കോൺഗ്രസിനെ തകർത്ത് മറുകണ്ഠം ചാടിയ PC ചാക്കോ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതോടെയാണ് NCPയിൽ കലാപങ്ങൾക്ക് തുടക്കമിടുന്നത്. കോൺഗ്രസിൽ നിന്നും ചാക്കോയ്ക്കൊപ്പം എത്തിയവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കാൻ നടത്തിയ ശ്രമമാണ് കുഴപ്പങ്ങൾക്ക് തുടക്കമായത്. ആർക്കും വേണ്ടാത്ത ദേശീയ നേതാവെന്ന നിലയിലേക്ക് ചാക്കോ അധപ്പതിച്ചതിന് പ്രധാന കാരണം പാർട്ടിയിൽ കലാപമുണ്ടാക്കിയെന്നതാണ്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി വനം വകുപ്പിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനായി ചാക്കോ നടത്തിയ ശ്രമങ്ങളാണ് തിരിച്ചടിക്ക് കാരണം. തോമസ് കെ തോമസിനെ ആദ്യഘട്ടത്തിൽ ശക്തമായി എതിർത്തിരുന്ന ചാക്കോ പിന്നീട് അതേ ആയുധം ഉപയോഗിച്ച് ശശീന്ദ്രനെ താഴെയിറക്കാൻ ശ്രമിക്കുകയായിരുന്നു. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ NCPയിലെത്തുകയും വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്ത നേതാവാണ് PC ചാക്കോ. കോൺഗ്രസിൽ നിന്നും ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിനു ശേഷം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ചാക്കോ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ NCPയിലെത്തുന്നത്. ദേശീയ തലത്തിൽ NCP കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാടാണ് NCPക്ക്. അതിനാൽ കോൺഗ്രസ് വിട്ടുവന്ന ദേശീയ മുഖമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ചാക്കോയ്ക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു. കോൺഗ്രസിനെ തല്ലാനുള്ള ഒരു വഴിയായാണ് ചാക്കോയെ CPMന്റെ നേതൃത്വത്തിലുള്ള LDFും ഉപയോഗിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് അധികാരത്തിൽ പങ്കാളിത്തമുള്ള പാർട്ടി എന്ന നിലയിൽ NCPയിലെത്തിയ ചാക്കോ ഈ സൗകര്യങ്ങളെല്ലാം വ്യക്തിപരമായ നേട്ടത്തിനായി ഉപയോഗിച്ചെന്നാണ് ഉയർന്ന ആരോപണം. എല്ലാ തരത്തിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും സ്വന്തക്കാർക്കും വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്തുവെന്നും NCPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പദവി നൽകിയിട്ടും സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാത്തതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായി NCPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും മാറ്റി ചാക്കോയ്ക്ക് ഒപ്പം വന്നവരെ ഭാരവാഹിയാക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചതും കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകരെ എത്തിച്ചതെന്നുമാണ് അറിയുന്നത്. പാർട്ടിയുടെ ഏകമന്ത്രിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ പ്രതികരണം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കാൻ ദേശീയ തലത്തിൽ ചരട് വലിച്ചെന്നും പാർട്ടിയെ തകർക്കാനാണ് ചാക്കോയുടെ ശ്രമമെന്നും ഭൂരിഭാഗം പ്രവർത്തകരും ആരോപിക്കുന്നു. ഇതോടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ ചാക്കോയ്ക്ക് പറ്റാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. വലിഞ്ഞു കയറി വന്നവരെ ചവിട്ടി പുറത്താക്കുമെന്ന നിലപാടിലാണ് NCPയിലെ ഒരു വിഭാഗം നേതാക്കൾ. ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയണമെന്ന നിലപാട് കടുപ്പിക്കാനും വിവിധ ജില്ലാ കമ്മിറ്റികൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതോടെ ചാക്കോയുടെ നില പരുങ്ങലിലായിരിക്കുകയാണ്.